ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്ക് പോവുകയാണ്. നെഞ്ചുവേദനയെ തുടർന്ന് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഡൽഹി ഗംഗാറാം ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും തൗഫീഖ് അസ്ലം കൂടി ചേരുന്നുണ്ട്. തൗഫീഖ്, എന്താണ് മെഡിക്കൽ അധികൃതർ പറയുന്നത്? ആശുപത്രിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ എന്താണ് സോണിയാഗാന്ധിയുടെ ആരോഗ്യനില സംബന്ധിച്ച്? നിമിഷ 10 മണിക്ക് ശേഷമാണ് സോണിയാഗാന്ധിയെ നെഞ്ചുവേദനയെ തുടർന്ന് ഡൽഹിയിലെ ഗംഗാറാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ സോണിയാഗാന്ധിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാരുടെ സംഘം അറിയിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അല്പസമയം മുമ്പ് സോണിയാഗാന്ധിയെ സന്ദർശിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ആരോഗ്യം നില തൃപ്തികരമാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ പതിവ് ചെക്കപ്പുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിനുശേഷം രാത്രി 10 മണിക്കാണ് നേരിയ നെഞ്ചുവേദന സോണിയാഗാന്ധിക്ക് അനുഭവപ്പെട്ടത്. ഇതിനെ തുടർന്ന് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നിലവിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് സോണിയാഗാന്ധി ഉള്ളത്. ഒരുപക്ഷെ ഇന്ന് രാത്രിയോട് കൂടിയോ നാളെ രാവിലെയോട് കൂടിയോ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങാനാകുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ശരി, മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഡൽഹിയിലെ ഗംഗാറാം ആശുപത്രിയിലാണ് നെഞ്ചുവേദനയെ തുടർന്ന് സോണിയാഗാന്ധിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സോണിയാഗാന്ധിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമെന്നാണ് മെഡിക്കൽ ബോർഡ് അധികൃതർ പറയുന്നത്. തൗഫീഖ് അസ്ലം നൽകുകയായിരുന്നു വിശദാംശങ്ങൾ.